ഇത് കണ്ടോ, ഞാൻ ഏതെടുത്താലും 10 രൂപയിൽ വാങ്ങിച്ചാണ്. നമ്മുടെ ഏത് ഭാഗത്ത് പുറത്തായാലും ശരി, എവിടെ വേണമെങ്കിലും സ്വയം പര്യാപ്തതയിലേക്ക് നമ്മളെ നയിക്കുന്നൊരു സാധനമാണിത്. ഇപ്പോൾ ഭർത്താവിനെ ഭാര്യയെ വിളിക്കേണ്ട ആവശ്യമില്ല, ഭാര്യയെ ഭർത്താവിനെ തിരിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല. സ്വയം പര്യാപ്തത നമ്മുടെ പുറം നമ്മൾ തന്നെ ചൊറിയുന്നു എന്നുള്ളതാണ്. പിന്നെ പരസ്പരം ചൊറിയുന്നവർ ഇത് നല്ലതാണ്. ചില ആൾക്കാർ പറയും, സംസാര മധ്യേ അയാൾ എന്നെ ഒന്ന് ചൊറിഞ്ഞു, ഞാൻ മറുപടി പറയവേ ഞാനും തിരിച്ചൊന്ന് ചൊറിഞ്ഞു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പരസ്പരം ചൊറിയണമെന്നുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ ഇത് ഉപയോഗിക്കാൻ ഒക്കുന്നത് അവാർഡ് കമ്മിറ്റിക്കാർക്ക് ഉപയോഗിക്കാം. അവാർഡ് 3 തരത്തിലുള്ള ടീമുകളുണ്ട്. അവാർഡ് തീരുമാനിക്കുന്നവർ, കൊടുക്കുന്നവർ, വാങ്ങുന്നവർ. നമ്മൾ വിചാരിക്കും വ്യത്യസ്തരായിട്ടുള്ള കളിക്കാരാണെന്ന്. ഒന്നുമല്ല, നമ്മൾ അടുത്ത് നോക്കിയാൽ അറിയാം, ഒരേ കളിക്കാർ തന്നെ മാറിയും തിരിഞ്ഞും ഇതേ ടീമുകളിൽ തന്നെ വരികയും അവർ പരസ്പരം, അതിന് മാനദണ്ഡം ഇതാണ്, ഇങ്ങനെ പരസ്പരം ചൊറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവർക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ സാഹിത്യ അവാർഡിനൊക്കെ ഇത് ബാധകമാണ് എന്ന് പറയുമ്പോൾ മഹാനായ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത്, ചൊറിയുന്നിടത്ത് മാന്തുന്നതിനേക്കാൾ സമാധാനപൂർണമായ മറ്റൊരാനന്ദവും ഈ ലോകത്ത് വേറെ ഇല്ല. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, ലോകത്തെല്ലാവർക്കും വരട്ട് ചൊറി വന്നാൽ, പരമരസികൻ വരട്ട് ചൊറിയ വന്നാൽ എന്നാണ് അദ്ദേഹം പറയുന്നത്, തീരാവുന്നതേ ഉള്ളൂ യുദ്ധം പോലും എന്ന് പറയുന്നു. യുദ്ധത്തിന് വേണ്ടി, അല്ലെ ലോക സമാധാനത്തിന് വേണ്ടി 2 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ച സംസ്ഥാനമാണ് നമ്മൾ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവരും 10 രൂപ കൊടുത്ത് ഏതെടുത്താലും 10 രൂപ, അതിനകത്ത് ഈ ഒരു സാധനം വാങ്ങിച്ചാൽ നമുക്ക് ലോക സമാധാനം തന്നെ കൈവരിക്കാൻ സാധിക്കും.